الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റബ്ബിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രഭാതങ്ങളും പ്രദേശങ്ങളും നേരം വെളുക്കുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ജീവിതത്തിന്റെ ഏതേത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും റബ്ബിന്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും തുടങ്ങുക എന്നിത്യാദി നന്മകൾ ജീവിതത്തിൽ പുലർത്താൻ ശ്രദ്ധിക്കുന്നവരാണ് നമ്മളൊക്കെ. അതൊക്കെ തഖ്വയുടെ അടയാളങ്ങളാണ്. അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ താൽപര്യപ്പെടുന്നവർ, അവൻ മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ, അവനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ, അവനല്ലാത്ത മറ്റാരും സഹായാർത്ഥനക്ക്, പ്രാർത്ഥനയുടെ അർത്ഥം വരുന്ന സഹായത്തേട്ടത്തിന് അർഹനായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെ ജീവിതത്തെ ആരോഗ്യമുള്ളപ്പോഴും രോഗാതുരമാകുന്ന അവസ്ഥകളിലുമൊക്കെ തന്നെ അള്ളാഹുവിന്റെ നാമത്തിൽ ജീവിക്കാനാവുക, അതാണ് വിശ്വാസികളുടെ ബാധ്യത എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ പറയുകയായിരുന്നു. എത്ര പറഞ്ഞാലും കേൾക്കാൻ നമ്മളൊക്കെ മനസ്സ് കാണിക്കേണ്ട ഒന്ന് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള നമ്മുടെ കേൾവിയും സംസാരവും. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ കുറിച്ച്, അവിടുത്തെ പ്രവാചകത്വത്തെക്കുറിച്ച്, ഒക്കെ ജനനത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയിലുള്ള കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും ഇതേ അർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വഫാത്ത് എന്തായാലും ഉണ്ടായിട്ടുള്ളത് തർക്കം ലേശമന്യേ, തർക്കിക്കാൻ ഒരു അവസരമില്ലാത്തവണ്ണം സ്ഥിരപ്പെട്ട സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഉണ്ടായത് റബീഉൽ അവ്വലിലാണ്. ആ റബീഉൽ അവ്വലിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അവിടുത്തെ വഫാത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ, അന്നത്തെ ഉപദേശങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ നമുക്കുണ്ടാകുന്നത് എന്തായാലും നല്ലതായിരിക്കും. അതൊരു സാന്ദർഭികമായി ഈമാനികമായ വിഷയമായിരിക്കും. അവിടുത്തെ വഫാത്ത് ഈ മാസത്തിലാണ് സംഭവിച്ചത് എന്നിരിക്കെ പ്രത്യേകിച്ചും ജനനത്തെക്കുറിച്ച് അത് റബീഉൽ അവ്വലിലാണ് എന്ന് തെളിയിക്കാൻ പ്രത്യേകിച്ച് രേഖയൊന്നുമില്ല കേട്ടോ. വഫാത്തിനെ കുറിച്ച് കൃത്യമായ രേഖയുണ്ട്. അത് റബീഉൽ അവ്വലിലാണ് സംഭവിച്ചത്. പ്രിയമുള്ളവരെ, രോഗാവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, സഫർ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫറിന്റെ അവസാനമെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. അവസാന ദിനങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് വിശ്വാസപരവും ധാർമ്മികവും സാംസ്കാരികവും സ്വഭാവപരവും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ജനങ്ങളെ പ്രത്യേകം ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശങ്ങളാണ് പ്രധാനം. ആ ഉപദേശങ്ങളാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അവിടുന്ന് കേട്ടത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഉപദേശിച്ച ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവെക്കുറിച്ച് നല്ല വിചാരം പുലർത്തണം എന്നുള്ളതായിരുന്നു. അള്ളാഹുവെക്കുറിച്ച് എപ്പോഴും ഒരു നല്ല പ്രതീക്ഷയുള്ളവരാവുക, റബ്ബ് തന്നെ കൈവടിയുകയില്ല എന്നുള്ള ഒരു ഉറപ്പോടുകൂടി ജീവിക്കാനാവുക, നമ്മുടെ കുടുക്കിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ റബ്ബിന്റെ കാവലും തുണയും നമ്മോടൊപ്പം ഉണ്ടാകും എന്നുള്ള ശുഭകരമായ പ്രതീക്ഷ. അഹ്സിനുല്ലന്ന ബില്ലാഹ്, അള്ളാഹുവെക്കുറിച്ചുള്ള സദ്വിചാരം നിങ്ങൾക്കുണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉണർത്തുകയുണ്ടായിട്ടുണ്ട് അവസാന സമയങ്ങളിൽ. ഇതേപോലെ തന്നെ അവിടുന്ന് ഉപദേശിച്ച ഒരു ഉപദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വിശ്വാസപരമായ കാര്യങ്ങളിൽ അതിശക്തമായ ഉണർത്തലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ടെന്നാണ്. അവിടുന്ന് മരണത്തിന്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആ സമയം പോലും വിശ്വാസ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി ഉണർത്തിയ ഒരു ഉപദേശം ഇങ്ങനെയാണ്: ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, ജൂത ക്രൈസ്തവർ അവർക്ക് നേരിന്റെ മാർഗം കിട്ടിയവരാണ്. ആ നേരിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം വിശ്വാസ രംഗത്ത് വ്യതിചലിച്ചു പോയവരാണ്. അവരുടെ വ്യതിയാന മാർഗം എങ്ങനെയാ സംഭവിക്കാൻ തുടങ്ങിയെന്നറിയോ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ പ്രാർത്ഥനാലയങ്ങളാക്കി തീർത്തു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാനുള്ള ഇടങ്ങളാക്കി തീർത്തു. മക്ബറകൾ ഇങ്ങനെ പൊക്കിയിട്ട് അവിടങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണം എന്നുള്ള ഒരു ഉണർത്തലോടുകൂടിയുള്ള ഒരു ശബ്ദമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അവര് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുതേ, അവരങ്ങനെയൊക്കെയാണ് ചെയ്തത്, എന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകരുതേ എന്നുള്ള അതിശക്തമായ ഒരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനിമിഷങ്ങളിൽ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം, കാന മിൻ ആഖിരി വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാഹ് 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 വമാ മലക്കത് ഐമാനുക്കും. അങ്ങനെ പറഞ്ഞു എന്നാണ്. നമസ്കാരത്തെക്കുറിച്ച്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അത് ആവർത്തിച്ചിങ്ങനെ പറയായിരുന്നു. വിശ്വാസകാര്യം കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം, വീഴ്ച വരുത്തരുതേ, പോരായ്മയുണ്ടാകരുതേ എന്നിങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകുകയും എന്നിട്ട് പൊതുവായി ഒരു കാര്യം പറഞ്ഞു, വമാ മലക്കത്ത് ഐമാനുക്കും. വമാ മലക്കത്ത് ഐമാനുക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് പറയാവുന്ന ഒരു പ്രത്യേകമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? ഈ വലങ്കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വലങ്കൈയിലുള്ളവരായ ആളുകൾ, വലങ്കൈയായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാകും, എന്നാൽ അത്രമേൽ വിശ്വാസത്തിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും. ഈ വലങ്കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥ താല്പര്യം കൂടി മനസ്സിലാക്കുക. അടിമകൾ എന്നത് മാത്രമേ മനസ്സിലാക്കി പോന്നിട്ടുള്ളൂ, അത് വേറെ വിശദീകരിക്കേണ്ടതാണ്. ഏതാവട്ടെ, അത്രമേൽ വിശ്വാസത്തിലെടുത്ത് നമ്മളിങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ. നമ്മളുടെ താക്കോലുകൾ ഏൽപ്പിക്കാൻ പോലും തക്കതായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾക്കാർ, സമ്പത്തിന്റെ കണക്കേൽപ്പിക്കാൻ, സമ്പത്ത് ഇത്രയുണ്ട് എന്ന് സ്വകാര്യതകളില്ലാതെ പറയാൻ, അങ്ങനെ സുതാര്യമായി കൊണ്ടുള്ള ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളുടെ വിശ്വാസത്തെ കാത്തുവെക്കണേ എന്ന്
ആ ഒരു വിശ്വാസപരമായ ഒരു ധാർമ്മിക ബോധം, വിശ്വാസ രംഗത്ത് അല്ലെങ്കിൽ വിശ്വസ്തതയിൽ പാലിക്കേണ്ട ധാർമ്മികതയുടെ ഒരു വലിയ പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യരംഗത്ത് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗത്തിന്റെ അവസാന ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടിയത് ആദ്യം മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. പ്രിയപ്പെട്ട പത്നി മൈമൂന, നമ്മുടെ ഉമ്മ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. അവിടുന്ന് മൈമൂനത്ത് റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിച്ചു, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകട്ടെ. മൈമൂന റളിയല്ലാഹു അൻഹ അനുവാദം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവിടുത്തെ അന്ത്യയാത്രയെ ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലാകണം എന്നുള്ള താല്പര്യത്തോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നീങ്ങുകയായി. കാരണം വേറൊന്നുകൂടി ഉണ്ട്, അവിടെയായിരിക്കണം അവിടുത്തെ ഖബർ എന്നുള്ളത് അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയവും ഒരു താല്പര്യവുമായിരുന്നു. 3 ഖബർ അവിടെ വരാനുണ്ട് എന്നിത്യാദിലെ ചില സൂചനകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതിന്റെ ചില ഹദീസുകൾ നമുക്ക് സ്വഹീഹായ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഇരിക്കട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അനുവാദത്തോടു കൂടി എത്തുന്നു. മൈമൂന റളിയല്ലാഹു അൻഹ കിട്ടേണ്ട ചാൻസാണ്, അത് ആയിഷ റളിയല്ലാഹു അൻഹ കൊടുക്കുകയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുമ്പോ അവിടെ ഉണ്ടാകുന്ന കുറെ വൈകാരികമായ നിമിഷങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ആ വൈകാരികതകൾക്കപ്പുറം നമ്മൾക്ക് അതേക്കുറിച്ച് വായിക്കാം, പഠിക്കാം. നമ്മൾ ഇപ്പോൾ ഉൾക്കൊള്ളേണ്ടത് അവിടുന്ന് ആ സമയത്ത് നൽകിയിട്ടുള്ള കൃത്യമായ ചില അധ്യാപനങ്ങളുണ്ട്. ആ അധ്യാപനങ്ങളിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കാണിച്ച ജാഗ്രതയുടെ വലിയ പാഠങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അന്ത്യയാത്രക്കൊരുങ്ങുകയാണ്. അവിടുത്തെ അവസാനത്തെ നിമിഷങ്ങളാണ്, അവിടുത്തെ അവസാന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകാൻ കഴിയാത്തവണ്ണം പ്രയാസപ്പെടുന്ന ഒരു ഘട്ടമുണ്ടാകുന്നുണ്ട്. പള്ളിയിലേക്ക് സ്വന്തം പോകാൻ കഴിയുന്ന അവസരങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, നമസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവസാന ദിവസങ്ങളിലേക്ക് എത്തിയപ്പോൾ അതിന് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. എന്നാൽ പോകാൻ താല്പര്യപ്പെട്ട ഒരു 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ, കുറച്ചൊരു വലിയ പാത്രത്തിൽ വെള്ളം, ആ പാത്രത്തിന്റെ പേര് മിഹ്ദബ് എന്നുള്ള പേരാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. മിഹ്ദബിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു വലിയ പാത്രം, ഈ വസ്ത്രങ്ങളൊക്കെ ഇട്ട് അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിൽ അത്ര വലിപ്പമുള്ള പാത്രം, അങ്ങനെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ട് അതിൽ വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് ദേഹം കഴുകിയിട്ട് പനിക്കൊന്ന് ശമിപ്പിക്കാൻ, പനിയുടെ ചൂടിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെളിച്ചം വന്നു. പക്ഷെ തെളിച്ചം വന്നെങ്കിൽ എന്നാൽ പോകാം എന്ന് വിചാരിച്ച് എണീക്കുന്നതോടുകൂടി വീണ്ടും ബോധരഹിതനായി പോവുകയാണ്. അങ്ങനെ പോകാൻ കഴിയണില്ല. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അഫാഖ, ഹദീസിലെ പ്രയോഗം എങ്ങനെയാണ്, അഫാഖ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം തെളിഞ്ഞു വന്നപ്പോ, അങ്ങനെ ബോധം കിട്ട് തെളിഞ്ഞു വന്നപ്പോ വീണ്ടും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 3 തവണ ഇതിങ്ങനെ ആവർത്തിച്ചു. 3ാമത്തെ തവണ വെള്ളം കൊണ്ട് ഒന്നുകൂടി ഉഷാറായിട്ട് കഴുകിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകാമെന്ന് തോന്നി. അവിടേക്കെത്തി എത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ശ്രമിച്ചപ്പോൾ വീണ്ടും അതാ ബോധരഹിതനായി പോവുകയാണ്. ബോധരഹിതനായി പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഈ ഓരോ സന്ദർഭങ്ങളിൽ ബോധം വരുമ്പോ ആ സന്ദർഭങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ നിസ്കരിച്ചോ, ആൾക്കാർ നിസ്കരിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവര് കാത്തിരിക്കുകയാണ് നബിയെ. 3ാമത്തെ തവണ ജനങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫ് പോലെയാണ്. റസൂലേ, അങ്ങയുടെ പ്രവേശം, അങ്ങ് പള്ളിയിലേക്ക് വരുന്നതിനെ കാത്തിരിക്കുന്ന രീതിയിൽ ഇഅ്തികാഫ് പോലെയാണ് അവരിപ്പോ പള്ളിയിലുള്ളത്. അങ്ങിപ്പോൾ എത്തിയേക്കും എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നു, സാധിക്കുന്നില്ല. അവസാനം പറയുന്നു, നിങ്ങൾ അബൂബക്കറിന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാളെ വിടുന്നു. അബൂബക്കർ റളിയല്ലാഹു അടുക്കലേക്ക് റസൂലുള്ളാഹി പറഞ്ഞയച്ച ഒരാൾ നേരെ ചെന്നിട്ട് പറയുന്നു, അബൂബക്കർ, താങ്കളോട് ഇതാ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ മിഹ്റാബിൽ കയറി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ കീഴിൽ ജനങ്ങൾ നമസ്കരിക്കട്ടെ എന്ന് ഇതാ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ കയറി നിൽക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷെ ഒരുങ്ങുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി അവിടെ ഹദീസിലെ വാക്കെന്തെന്നറിയോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു റഖീഖുൽ ഖൽബാണ്, നിർമ്മല ഹൃദയൻ. പെട്ടെന്ന് പ്രവാചകന്റെ ഈ ഒരു സംസാരവും ഖുർആൻ പാരായണവും ഇതൊക്കെ നടത്തുന്നതോടുകൂടി സഹിക്കാൻ കഴിയാതെ മനസ്സ് പൊട്ടി തകർന്ന് കരഞ്ഞു പോകുന്ന സ്വഭാവത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമറിനോട് ചോദിക്കുകയാണ്, ഉമർ, അങ്ങ് ഈ ഉത്തരവാദിത്വം ഏൽക്കുമോ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, കഴിയില്ല.
താങ്കളെക്കാൾ അതിന് അർഹനായിക്കൊണ്ട് വേറെ ആരുമില്ല, അതുകൊണ്ട് താങ്കൾ തന്നെ കയറി നിൽക്കൂ എന്ന് പറയുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് മിഹ്റാബിലേക്ക് കയറി നിന്നിട്ട് ആ സമയത്ത് ആ നമസ്കാര നേതൃത്വം കൊടുക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്. വരുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് സൊഫിലേക്ക് നീങ്ങിക്കൊടുക്കാൻ വേണ്ടി തുനിയുന്ന ഒരു കാഴ്ച ഹദീസിൽ ഇങ്ങനെ വായിക്കാൻ സാധിക്കും നമുക്ക്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അങ്ങ് തുടരൂ എന്നിങ്ങനെ കാഞ്ഞം കാണിച്ചു കൊടുക്കുകയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സൊഫിൽ നിന്നുകൊണ്ട് ആദ്യമായി നമസ്കരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ കാഴ്ച നമുക്ക് ആ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പോലെ ഇങ്ങനെ വായിക്കാൻ പറ്റും. വായിക്കേണ്ട ഒരു ഭാഗമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതങ്ങനെ കഴിഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ദിവസം നമസ്കാരത്തിന് ഇങ്ങനെയാണ് വന്നത്. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംറു കദാലിക എന്ന ഹദീസിലെ പ്രയോഗം കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റാതെയായി. പിന്നീട് ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം, അങ്ങനെയാണ് ഹദീസ് ഷറഹിൽ വന്നൊരു വാക്കാണത്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് എനിക്ക് കഴിയും എന്ന് തോന്നിയപ്പോൾ പള്ളിയിലേക്ക് വരാതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പള്ളിയിലേക്ക് വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. 2 പേരുടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതിൽ കാണാൻ സാധിക്കും 2 പേരുടെ തോളത്ത് കൈവച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേച്ചു പള്ളിയിലെ വിരിച്ചിട്ടുള്ള മണൽപ്പരപ്പുണ്ടല്ലോ, ആ മണൽപ്പരപ്പിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാൽപാദം ഒന്ന് ഊന്നി നിൽക്കാൻ പോലും കഴിയുന്നില്ല. എന്നിട്ട് അബൂബക്കർ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളത്ത് കൈ വെച്ചുകൊണ്ട് 2 ഹദീസിന് റിപ്പോർട്ട് കിട്ടുക. ആ 2 ആളുടെ പേര് കിട്ടുക, ഒരൊറ്റ ഹദീസിന് കിട്ടുന്നില്ല. ഏതാവട്ടെ 2 പേരുടെയും തോളത്ത് കൈ വെച്ച് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി അങ്ങനെ വരുമ്പോ നിലത്തേക്ക് കാലൊന്ന് ഉറപ്പിച്ചു വെക്കാൻ വയ്യ. നമസ്കാരത്തിനാണ് ഈ വരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കണം, എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു അവസ്ഥ? നമ്മൾ എന്തായിരിക്കും ഇങ്ങനത്തെ ഘട്ടം എത്തിക്കഴിഞ്ഞ് നമ്മൾ ആരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. എന്നിട്ട് പള്ളിയിലേക്ക് വന്ന് ആ നമസ്കാരത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് താല്പര്യമുണ്ട് മുന്നിൽ നിൽക്കാൻ, പക്ഷെ കഴിയുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അവിടെയും ആ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തതും ഒക്കെ ഹദീസ് മൊത്തത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ 2-3 റിപ്പോർട്ടുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ അന്ത്യ സമയങ്ങളിൽ വിശ്വാസപരമായ ഉണർത്തലുകൾ, ധാർമ്മികതയുടെ ഉണർത്തലുകൾ, സ്വഭാവരംഗത്തുള്ള ഉണർത്തലുകൾ, അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ കർമ്മരംഗത്തുള്ള ഉണർത്തലുകൾ, ഇതൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് അത് പ്രാക്ടിക്കലായിക്കൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേന്ന് ജീവിച്ച് കാണിച്ചു തരികയും പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പൂർണ്ണമായ അധ്യാപനം അന്ത്യനിമിഷം നൽകിക്കൊണ്ട് യാത്രയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഫാത്തിന്റെ നിമിഷങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറത്തേക്ക് ഇങ്ങനെ ചാഞ്ഞതും, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമിനീരാണ് തന്റെ ഉമിനീരുമായി റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി കൊണ്ട് കൂടിക്കലർന്നത് എന്ന് സന്തോഷത്തോടുകൂടി പറയുന്നതും, കുറച്ച് തന്ത്രത്തിൽ പറയുന്നതും, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് റിപ്പോർട്ട് അനുസരിച്ച് കാണാൻ സാധിക്കും, എന്റെ മാറത്തേക്ക് ചാഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി മരണപ്പെടുകയുണ്ടായി. എന്റെ ഉമിനീരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരുമായി കൊണ്ട് എന്റെ ഉമിനീര് കലർന്നിട്ടുണ്ട്, അങ്ങനെയാ റസൂലുള്ളാഹി മരിച്ചു വഫാത്തായി പോയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യയാത്ര സംഭവിച്ച് അവിടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിന്നെ അന്ന് റസൂലുള്ളാഹിക്ക് പ്രായം എന്ന് പറയുന്നത് സംഭവിച്ചത് ഹിജ്റ വർഷം 11ാമത്തെ വർഷമാണ്. ഹിജ്റ 11നാണ് സംഭവിക്കുന്നത്. റബീഉൽ അവ്വൽ മാസത്തിലാണ്. അത് 12നാണ് എന്ന് വളരെ പ്രബലമായ അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വൽ 12നാണ് എന്ന് പ്രബലമായ അഭിപ്രായമുണ്ട്. പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ തിങ്കളാഴ്ച ദിവസം തന്നെയായിരുന്നു എന്ന് ഹദീസിൽ കൂടി വന്നിട്ടുണ്ട്. അന്നത്തെ ആ ദിവസം നമ്മൾ ഇന്ന് ഗൂഗിൾ ചെയ്ത് കണക്ക് കൂട്ടിയാൽ പോലും ആ ദിവസത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ ദിവസം 12 ആയിരുന്നു എന്നുള്ളത്. കാരണം തിങ്കളാഴ്ച വരുന്ന 12ആണ്.
ഇന്നത്തെ ടെക്നോളജി അങ്ങനെ ഉണ്ടല്ലോ, ആ നിലയ്ക്ക് കലണ്ടർ വെച്ചിട്ട് നമുക്ക് വളരെ മുൻപുള്ള കലണ്ടർ വെച്ച് കൂട്ടാൻ സാധിക്കും. ഈ 12 അന്ന് സ്വഹാബത്തിന് നോക്കിയാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു യൗമൻ ഖത്തുൻ കാന അഹ്സൻ. ഞങ്ങളൊക്കെ ഞങ്ങളുടെ സ്വഹാബത്തിന്റെ ജീവിതം പറയാ, അവരെ കുറിച്ച് പറയാണ്, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകന്റെ നിയോഗം, അവിടുന്ന് റസൂലായി ഞങ്ങളുടെ അടുക്കലേക്ക് പ്രവേശനം ഉണ്ടാവുക, റസൂലായിക്കൊണ്ട് ഇങ്ങനെ വരിക, മിൻ യൗമിൻ ദഖല അലൈനാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിക്കൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്ന അന്നത്തെ ദിവസത്തോളം ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കിയ വേറെ ദിവസമില്ല. ഒന്ന്, റസൂലായതിനെ കുറിച്ച് സന്തോഷിച്ചത്. സ്വഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. രണ്ടാമത്തേത്, എന്നിട്ട് പിന്നെ പറയാം, വമാ റഅയ്തു യൗമൻ കാന അഖ്ബഹു വലാ അദ്ലമു മിൻ യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി പോയ ദിവസത്തോളം ഞങ്ങൾക്ക് ദുരന്തമായി കണ്ട, ഞങ്ങൾ മോശപ്പെട്ട ഒരു ദിവസമായി കണ്ട മറ്റൊരു ദിവസമില്ല. മരിച്ചു നോക്കണം. ഇത് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചോളൂ. ഇനി ഇതിനപ്പുറത്തേക്ക് വേറെ എന്ത് തെളിവാണ് ഈ കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടത് എന്നുകൂടി ചേർത്ത് വെച്ച് വായിക്കാൻ അത് മാത്രം മതിയാകും. സ്വഹാബത്തിന്റെ നിലപാട് എന്താണ്, അവരുടെ നിലവാരം എന്താണ് എന്നുള്ളത് അളക്കാൻ അത് മതിയാകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ വിയോഗ വാർത്ത കേട്ട സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം ഉണ്ടാക്കിയ ചില രംഗങ്ങളൊക്കെ ഹദീസിൽ ഹൃദയസ്പർക്കായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. വായിൽ വരേണ്ട, ഉണ്ടാകേണ്ട ചില കാര്യങ്ങളാണ് അതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ ഉൾക്കൊള്ളാനും സത്യത്തെ സ്വീകരിക്കാനും ജീവിത പാഠങ്ങളെ ചേർത്ത് വെക്കാനും പ്രവാചകന്റെ അധ്യാപകന്റെ ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على خير خلقه ورسله نبينا محمد وآله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ബാധ്യതയെ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നമ്മുടെയൊക്കെ വായനകളിൽ ആവർത്തിച്ചു വരികയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ആ വായനക്കൊരു പ്രേരകമാകട്ടെ എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ ഈ സമയത്ത് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അവിടുത്തെ കൂടെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വല്ലാത്ത ആഗ്രഹം, അത് വലിയ ഒരു പ്രതീക്ഷയാണ് കേട്ടോ. ആ പ്രതീക്ഷ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കണം. ആ പ്രതീക്ഷ കൊണ്ടു നടക്കുമ്പോഴാണ് ആ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി നമുക്ക് കുറച്ചെങ്കിലൊക്കെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് അധ്വാനിക്കാൻ കഴിയുക. അവിടുത്തെ കാണാത്തവരായ നമ്മളൊക്കെ അവിടുത്തെ കുറിച്ചുള്ള വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കും സാധിച്ചേക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ചില അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് റബീഅ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. റബീഅ റളിയല്ലാഹു അൻഹു റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്നാണ് സ്വഹാബിന്റെ മുഴുവൻ പേര്. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മയൊക്കെ ചെയ്തൊരു സ്വഹാബിയായിരുന്നു. എല്ലാ ദിവസവും അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ വെള്ളം, വുളൂവിനൊക്കെയുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം വുളു ചെയ്യാനുള്ള വെള്ളം എത്തിച്ചു കൊടുത്ത സമയത്ത് റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ഇതിന് പ്രത്യുപകാരം എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ റബീഅ എന്ന് പറഞ്ഞു. അപ്പൊ റബീഅ റളിയല്ലാഹു അൻഹു ദുനിയാവിലെ കാര്യമൊന്നും ചോദിച്ചില്ല. അന്ന് ചോദിച്ചത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ എനിക്ക് റഫീഖാവണം, കൂട്ടുകാരനാവണം, മുറാഫഖത്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാത്ത വേറെ എന്തെങ്കിലും ചോദിക്കാൻ കഴിയുമോ? ഇല്ല നബി, എനിക്ക് അതന്നെ വേണം, അതന്നെ വേണം, അതാണ് താല്പര്യം, അതാണ് പ്രതീക്ഷ, അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങേക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിന് അങ്ങ് എന്നെ സഹായിക്കണം. എന്താ? അഇന്നി അലാ ദാലിക മിൻ കസ്റത്തി സുജൂദ്, താങ്കൾ സുജൂദ് അധികരിപ്പിക്കുക, ഐച്ഛികമായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരല്പമെങ്കിലുമൊക്കെ നമസ്കരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുക. ഒരു 3 റക്അത്തെങ്കിലും അതെങ്കിലും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ സാധിക്കുകയും റബ്ബേ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്.
ഞങ്ങൾ ആ റസൂലിനെ കാണാതെ വിശ്വസിക്കുന്നവരും ആ അധ്യാപനങ്ങളെ ചേർത്ത് വെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. ഞങ്ങൾക്ക് ഈ നമസ്കാരങ്ങളൊക്കെ ഒന്ന് സ്വീകരിച്ചിട്ട് അവിടുത്തെ കാണാനും അവിടുത്തെ കൂടെ ഇരിക്കാനും ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് ഒരു ഇടം നൽകി ഞങ്ങളെ നീ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാനും നമുക്കെന്തെങ്കിലും വേണം. അള്ളാഹു അങ്ങനെ അവിടുത്തെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെ റസൂലുള്ളാഹി പഠിപ്പിച്ച വേറെന്താണെന്നറിയോ? നമ്മളുടെ കൂടെ അനാഥകളുണ്ടെങ്കിൽ ആ അനാഥകൾക്ക് നമ്മൾ അഭയമാവുക, അവർക്ക് ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുന്ന ജീവിതം നമുക്കുണ്ടാകുക. നമുക്കറിയാലോ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞെന്താണെന്നറിയോ? അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. കൈകൾ രണ്ടും ഇങ്ങനെ അടുത്ത് രണ്ടിങ്ങനെ അകറ്റി പിടിച്ചതാ പറഞ്ഞ ഹദീസിന്റെ പ്രയോഗം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും യതീമിന് കഫാരത്ത് കൊടുക്കുന്നവനും, യതീമിനെ സംരക്ഷിക്കുക, അതാ കഫാരത്ത് കൊടുക്കുന്നവനാൽ കഫാരത്ത് കൊടുക്കുന്നവനും സ്വർഗത്തിൽ ഇതാ അടുത്തിങ്ങനെ ഉണ്ടാകുന്നു. നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയുന്ന ഒന്നാണല്ലോ അത്. കാരണം ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾ ഒരുപാട് വരും. നമ്മളുടെ കയ്യാലെ ഒരു യതീം ഇങ്ങനെ പഠിച്ചു വളർന്നു വരട്ടെ, അവൻ അവന്റെ വീട്ടിൽ വളരട്ടെ, അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കട്ടെ, അവൻ അവളാവട്ടെ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല ഒരു ജീവിത രീതി ഉണ്ടാവുകയും എന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കഴിയുന്നവർ ആ തരത്തിലും ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇതാ ഹാക്കദ ഇങ്ങനെ സ്വർഗത്തിലാവാൻ കഴിഞ്ഞേക്കുമല്ലോ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം നമുക്ക്. റബ്ബ് സുബ്ഹാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതേപോലെ തന്നെ മറ്റൊന്ന് റസൂൽ പഠിപ്പിച്ചത്, സ്വന്തം പെൺമക്കള്, ആ പെൺമക്കൾക്ക് നല്ല തർബിയത്ത് കൊടുക്കുക. 2 പെൺകുട്ടികൾ ഒരാൾക്കുണ്ട്. ഒരു ഹദീസിൽ 3 പെൺകുട്ടികൾ, വേറെ ഹദീസിൽ 2 പെൺകുട്ടികൾ. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, ഒരു പെൺകുട്ടിയാണെങ്കിലും? അപ്പൊ അതിനും പറഞ്ഞു, ഈ പെൺകുട്ടികൾക്ക് തർബിയത്ത് കൊടുത്തിട്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് അവരെ കടത്തിവിടുകയും അങ്ങനെ ഒരു കഫാരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇണയെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ രീതിയിൽ അവർക്ക് നല്ല തർബിയത്ത് കൊടുത്ത് വളർത്തിയാൽ പെൺമക്കൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ. അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാനിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവിടെയും റസൂലുള്ളാഹി പറഞ്ഞു, മൻ ആല ജാരിയതൈനി ദഖൽതു അന വഹുവ ഫിൽ ജന്നതി കഹാതൈനി വ അശാറ ബി ഇസ്ബഗൈഹി. 2 ഇസ്ബ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ 2 പെൺകുട്ടികൾക്ക് ഒരാൾ സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവനെ സ്വർഗത്തിലേക്ക് അവർ 2 പേർക്കും തർബിയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇതാ അങ്ങനെ ഉണ്ടാകും. സന്തോഷമുള്ള കാര്യമില്ലേ? സന്തോഷിക്കേണ്ട കാര്യമാണ്. വേണ്ട രീതിയിൽ തർബിയത്ത് കൊടുക്കേണ്ടതുണ്ടോ, കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാ പ്രശ്നം. ദീനിയായിക്കൊണ്ട് വളരാൻ, അവർക്ക് ആ രീതിയിൽ നമ്മൾക്ക് ഉപദേശങ്ങൾ കൊടുക്കാൻ, അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പോരായ്മയാണ് കാണേണ്ടത്. മറ്റൊന്ന് എന്താണെന്നറിയോ? സൽ സ്വഭാവം, നല്ല പെരുമാറ്റമൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ കൂടെ റഫീഖാവാനേ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളെ ആലോചിച്ച് നോക്കൂ. ഇതിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് പരമാവധി പരിശ്രമിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതിനുള്ള ഉണർത്തലുകൾ. അങ്ങനെ സൽ സ്വഭാവത്തിന്റെ ആളുകളാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ കാണാം, ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വ അഖ്റബുകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. എന്റെ കൂടെ ഇരിക്കാൻ സാധിക്കുന്ന ആളുകൾ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ ആളുകൾ, എന്നോട് അടുത്തവരായ ആളുകൾ യൗമുൽ ഖിയാമയിൽ ആരായിരിക്കുമെന്നോ? അഹ്സനുകും അഖ്ലാഖാ. നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിക്കൊണ്ട് യൗമുൽ ഖിയാമയിലേക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന ആളുകൾ ആരോ അവർക്കതിന് സാധിക്കും. അപ്പൊ നമ്മൾ രാത്രി നിസ്കരിക്കുമ്പോഴേ അവിടെ ഈ വജ്ജഹത്ത് ചൊല്ലുമല്ലോ. ആ വജ്ജഹത്ത് ചെല്ലുമ്പോ കുറച്ച് ദീർഘമായൊരു പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഇഹ്ദിനി അഹ്സനൽ അഖ്ലാഖ് ബി അഹ്സനിൽ അഖ്ലാഖ് ഫഇന്നഹു ലാ യഹ്ദി ബി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത എന്നൊക്കെ വരുന്നുണ്ട് അതിൽ. എന്റെ നല്ല സ്വഭാവത്തിലേക്ക് എന്നെ നയിക്കണമേ, എത്തിക്കണമേ, ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി വജ്ജഹത്തിന്റെ കൂടെയുള്ള പ്രാർത്ഥനയാണ്. അനമിനൽ മുസ്ലിമിനെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പ്രാർത്ഥനകളുണ്ട് അവിടെ. അതൊക്കെ പഠിച്ചിട്ട് ആ പ്രാർത്ഥനകളിൽ, രാത്രി നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളിൽ വിത്രക്ക് നിസ്കരിക്കുമ്പോഴേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വഭാവത്തിലൊരു പെരുമാറ്റത്തിലൊക്കെ ഒരു നല്ല ഒരു മോഡലുകളാകാൻ സാധിക്കുകയും അത് വീട്ടിലാണെങ്കിലും മക്കളോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ആ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠ ഗുണങ്ങൾ പകർത്താൻ സാധിക്കണമല്ലോ. അങ്ങനെ പകർത്തുന്ന ആളുകൾക്ക്, നല്ല സ്വഭാവത്തിന്റെ ഉടമകൾക്ക് റസൂലുള്ളാഹിന്റെ കൂടെ യൗമുൽ ഖിയാമ
ഖിയാമയിൽ മജ്ലിസിൽ റഫീഖാകാണ് പറഞ്ഞ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അവയൊക്കെയും പഠിക്കാൻ ബാധ്യതപ്പെട്ടവർ, ഏറ്റെടുക്കാൻ ബാധ്യതപ്പെട്ടവർ നമ്മൾ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവിടുത്തെ അറിയാനും സ്നേഹിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിലൊക്കെ വന്നു പോകുന്ന വിളികൾ പരിഹരിച്ച് ജീവിതത്തെ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നാഥൻ നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകമായ ചില പ്രാർത്ഥനാ വസിയത്തുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ളതാണ്. നമുക്കറിയാം, നമ്മൾക്ക് വേണ്ടപ്പെട്ട പലരും, നമ്മൾ അറിയുന്ന ആളുകളും സാമൂഹികമായ രംഗത്ത് സേവനങ്ങൾ ചെയ്യുന്ന പലരും ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആണ് എന്നുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾക്ക് ദീനീ രംഗത്തൊക്കെ വളരെയധികം സേവനം ചെയ്യുന്ന നമ്മുടെ മന്ത്രിസ്ഥാനത്തേക്ക് വരെ എത്തിയിരുന്ന ഡോക്ടർ MK മുനീർ, ഞാൻ നിങ്ങൾ ഒരിക്കലും ഈ രാഷ്ട്രീയമായി കൊണ്ട് ആലോചിക്കേണ്ടതില്ല, ഒരു സാമൂഹിക സേവന രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം തന്നെയാണല്ലോ. ആ നിലക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ്. ഇത് മാറി നിറഞ്ഞുകൂടാ, വെന്റിലേറ്ററിലാണെന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് കിട്ടി, സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുന്നുണ്ട്. സ്ട്രോക്ക് വന്നിട്ട് ആ ഒരു അവസ്ഥയിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പോലെ അങ്ങനെ അറിയുന്ന ആളുകൾ പലരും ഉണ്ടാകും, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം അടക്കം ഇങ്ങനെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്താനുള്ള തൗഫീഖ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവർക്കൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ഇവനെങ്ങനെയുള്ള നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് പറഞ്ഞ ഇതുപോലെ ഒരു സുഹൃത്തിന്റെ മകൾ വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ നാളെ തിങ്കളാഴ്ച ദിവസം ശസ്ത്രക്രിയക്ക് വിധേയയാവുകയാണ്. ഒരു കൊച്ചുകുട്ടിയാണ്. ആ കുട്ടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള തൗഫീഖ് നൽകി നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നൽകപ്പെടുന്ന ചികിത്സ ഫലപ്രദമായി രോഗാവസ്ഥയിൽ പൂർണ്ണമായി മാറി ആരോഗ്യം നൽകി നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.